guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്, ഒരു ബ്രൈഡ്സ്മെയ്ഡ് മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിലെ പ്രോഡക്റ്റ്സ് വെച്ച് തന്നെ ഒരു ബ്രൈഡ്സ്മെയ്ഡ് മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൂടുതൽ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് ഭയങ്കര പുട്ടിയടിച്ച മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ബ്രൈഡ്സ്മെയ്ഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാം. ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചു പോണതിന് മുന്നേ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റ് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് തയ്പ്പിച്ചെടുത്തതാണ്. ഞാൻ മെറ്റീരിയൽ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ പോയി എടുത്ത് അതിൻ്റെ ഇതുണ്ടല്ലോ ലൈനിങ് മെറ്റീരിയലും എല്ലാം ഞാൻ ഇങ്ങനെ പോയി എടുത്ത് അവർക്ക് കൊടുത്ത് ഞാൻ എൻ്റെ ഡിസൈനും കാണിച്ചു കൊടുത്ത് തയ്പ്പിച്ചതാണ്. അപ്പോൾ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജന. നമ്മുടെ ചാനലിൽ സ്കിൻ കെയർ, മേക്കപ്പ്, അതുപോലെ തന്നെ ഡെയിലി ലൈഫ്, എല്ലാ ഡേ ഇൻ മൈ ലൈഫ് എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനപ്പോൾ സ്കിന്നിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെത് ഓയിലി സ്കിന്നായാണ്. ഞാൻ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ സ്കിന്നിനോ സെൻസിറ്റീവ് സ്കിന്നിനോ ഒക്കെ ആവശ്യമുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ ഇതിൻ്റെ പുതിയൊരു വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ വിചാരിച്ചു ഇത് തീർന്നിട്ട് ഞാൻ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഏകദേശം തീരാറായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, ഞാൻ അടുത്ത ഉടനെ തന്നെ അത് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറായിട്ട്. അവിടെ എന്തോ വീഴുന്നതാണ് കേട്ടോ. അപ്പോൾ ബേസിക് മേക്കപ്പ് ചെയ്യുമ്പോൾ അതിന് ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു മോയ്സ്ചറൈസറിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡേ ടൈമിലാണ് നിങ്ങൾ പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്തൊക്കെയാ. ഞാനിപ്പോൾ ഡേ ടൈം അല്ല, ഞാനിപ്പോൾ ഈവനിങ് ആണ്. ഞാൻ അപ്പോൾ വിചാരിച്ചു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാന്ന്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്താൽ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാക്കും. അതുകൊണ്ടാണ് ഞാൻ ആ സൺസ്ക്രീൻ സ്കിപ്പാക്കിയത്. നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പാക്കല്. ഞാനിപ്പം ഈ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഫേസിലൊരു ഗ്ലോ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തായിരുന്നേ. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഫേസ് പാക്ക് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ ഷോർട്സിൽ കാണാൻ പറ്റും ഏത് ഫേസ് പാക്കാണ് ഞാൻ ട്രൈ ചെയ്തതെന്ന്. അടിപൊളി ഫേസ് പാക്ക്, ഭയങ്കര ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടിയത്. ഇതാ ഫസ്റ്റ് ഞാൻ ഫേസിൻ്റെ ഒരു സൈഡ് അപ്ലൈ ചെയ്തത്. ഫേസിൻ്റെ ഒരു സൈഡ് അപ്ലൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ ഞാൻ ഫേസിൻ്റെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഇത് ലാക്മേയുടെ 9 to 5 കുഷൻ ഫൗണ്ടേഷനാണ്. ഇതാണ് ഞാൻ എവിടെ പോയാലും മീൻസ് മേക്കപ്പ് ചെയ്ത് എവിടെ പോയാലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. കഴുത്തുള്ളിലൂടെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഫേസ് ഒരു കളറ്, കഴുത്തിൻ്റെ അവിടെ ഒരു കളറായിരിക്കും. അതിനുശേഷം ഫൗണ്ടേഷൻ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാനായിട്ട് സ്പഞ്ചിൽ വെള്ളം നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഫൗണ്ടേഷൻ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ വലിയ രീതിക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പുട്ടി അടിച്ചൊരു എഫക്റ്റ് വേണ്ട. അതുകൊണ്ട് ഞാൻ വലിയ രീതിക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാനതൊരു ഈവനിങ് ഇപ്പോൾ വൈകിട്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് കുറച്ചുകൂടി എനിക്കെന്താ ഒരു ഡൂയി കൈൻഡ് ഓഫ് മേക്കപ്പാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഹൈലൈറ്റിങ് ചെയ്താണ് മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സിന് ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത്. സോ ഞാൻ വിചാരിച്ചു ഒരു എസ്തെറ്റിക് ലുക്ക് കൊടുക്കാമെന്ന്. മീൻസ് ഐ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഐഷാഡോയുടെ ബേസായിട്ട് ഞാൻ കൊടുക്കുന്നത് മാക്കിൻ്റെ ഈ ഒരു ഐഷാഡോ ആണ്. ഇത് മാക്കിൻ്റെ സ്ട്രൈക്ക് എ പോസ് പൗഡർ കി സോഫ്റ്റ് മാറ്റ് ഐ ഷാഡോ ആണ്. ഒരു മാറ്റ്
മാറ്റാണ്. ഞാനത് ബ്രഷ് യൂസ് ചെയ്യില്ല, കൈ കൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാറ്റായിട്ടുള്ളൊരു ലുക്കല്ല വേണ്ട, അതുകൊണ്ടാണ് ഞാൻ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാത്തത്. ഞാൻ കണ്ണിൻ്റെ വാട്ടർ ലൈൻ ഒന്ന് ഒരു കാജൽ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. ഞാനത് യൂസ് ചെയ്തേക്കുന്നത് LE80യുടെ ബോൾഡ് ബ്ലാക്ക് കാജലാണ്. എങ്ങനെയാന്ന് വെച്ചാൽ അത് ഇത് പിടിച്ച് എന്നിട്ട് ഇവിടെ പിടിക്കണം. ഉണ്ടോ മുകളിലായി താഴെ ഇതേപോലെ കുറച്ച് സ്മഡ്ജ് ചെയ്ത് എഴുതി കൊടുക്കുക. അതിനുശേഷം ഞാൻ മസ്കാരയാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് കുറച്ചൊരു ഷിമ്മറി ഷെയ്ഡ് ഇന്നർ കോർണറിലായിട്ട് കൊടുക്കും. അതിനുശേഷം ഇവിടെ കുറച്ചിട്ട് ഡാർക്കായിട്ട് കൊടുക്കും. അപ്പോൾ അതിനെ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഐഷാഡോ പാലറ്റാണ്. ഇതിൽ ഷിമ്മറി ഷെയ്ഡ് ഒരു വൈറ്റ് ഒരു സിൽവർ കളർ ഉണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് ബ്രഷിൻ്റെ ബോക്സ്. ഇതിൽ ഈ ഒരു സിൽവർ കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കുറച്ചിട്ട് ഡാർക്ക് ഒരു പിങ്ക് ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഇവിടെ ആയിട്ട് കണ്ട ആ ഒരു ഭംഗിയുണ്ടോ? ഇവിടുന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് വന്ന് ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ്. എനിക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇതുകൊണ്ടല്ലോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു മസ്കാര അടിപൊളി മസ്കാരയാണ്. നിങ്ങൾ നല്ലൊരു മസ്കാരയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മസ്കാരയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് മാക്കിൻ്റെ സ്റ്റാക്ക് എന്ന് പറയുന്ന മസ്കാരയാണ്. എന്നെപ്പോലെ ഒട്ടും ലാഷ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു മസ്കാര മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇനി ഞാൻ വലിയ രീതിക്ക് ഐ കൊടുക്കണ്ട, മുകളിൽ ജസ്റ്റ് ഒരു ലൈൻ മാത്രം വരച്ചു കൊടുക്കുന്നുള്ളൂ, ഒരു വിങ് ലൈൻ മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ബ്ലഷ്. അപ്പം അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പിക്സിയുടെ ഓൺ ദ ഗ്ലോ ബ്ലഷാണ്. കിഡിലം ബ്ലഷാണ് കേട്ടോ, കിഡിലം ബ്ലഷ്. ഇതാ ഒരു ഗ്ലോ കണ്ടായിരുന്നു. അടുത്ത് നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നെങ്കിൽ ആദ്യം, അതായത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വേണം, എനിക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്ട്രോക്ക് ക്രീം ഇപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് എനിക്കിത് ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ മതി. ഞാൻ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീമാണ്. ഇത് വന്നിട്ട് ഗോൾഡ് ലൈറ്റാണ് സ്ട്രോക്ക് ക്രീം. ഇതൊരു സാമ്പിൾ പാക്കാണ് കേട്ടോ. ബ്ലഷിൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്യാം. അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. എനിക്ക് ഏത് ലിപ് ഷെയ്ഡ് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹൂഡ ബ്യൂട്ടിയുടെ ഒരു ഷെയ്ഡാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ മനസ്സിലാവും, എപ്പോഴും ഹൂഡ ബ്യൂട്ടിയാണ് എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണ്ട, ഒരു
എന്താ പറയുക, ഒരു ന്യൂഡും അല്ല ബട്ട് ഡാർക്കും അല്ലാത്തൊരു ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഈ നിക്സിൻ്റെ പ്രൊഫഷണൽ സോഫ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാനുണ്ടല്ലോ അപ്പർ ലിപ്സിൽ ഒരു ലിപ് ലൈനറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാറ്റ് ലിപ്സ്റ്റിക്ക് കൊടുക്കണ്ട, ഒരു ഗ്ലോസി ലിപ്സ്റ്റിക്ക് കൊടുക്കാമെന്ന്. ഇത് അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഭയങ്കര ക്രീമിയാണ്. എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഇന്ന് പാർട്ടിക്ക് പോകുമ്പോൾ അറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോകുന്നത്. ഈ മേക്കപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാക്കിൻ്റെ ഫിക്സ് സ്റ്റേ ഓവർ ആൽക്കഹോൾ ഫ്രീ ലോങ് ലാസ്റ്റിംഗ് സെറ്റിംഗ് സ്പ്രേ ആണ്. മാക്കിൻ്റെയാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കമ്മലാണ് ഇതുമായിട്ട് ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു ചിന്നിൻ്റെ അവിടെയൊക്കെ വേണമെങ്കിൽ ഒരു ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ എടുത്തേക്കുന്നത് മാക്കിൻ്റെ ബ്രോൺസറാണ്. എൻ്റെ കയ്യിൽ ബ്രോൺസർ അപ്ലൈ ചെയ്യേണ്ട ബ്രഷ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഹെയർ ഞാൻ ടൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് ശരിയാക്കുകയാണ്. എനിക്കുണ്ടല്ലോ ഒരു കുഞ്ഞു പൊട്ടിട്ടാലേ എനിക്ക് ആ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയെന്ന് എനിക്കൊരു ഫീൽ തോന്നുന്നുള്ളൂ. ഞാൻ കുഞ്ഞു പൊട്ടിടുകയാണ്. കുഞ്ഞു പൊട്ടിട്ട ഫോട്ടോയിലൊന്നും അറിയാൻ പറ്റത്തില്ല, ബട്ട് എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ അമ്മ പറയും പൊട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ യൂസ് ചെയ്ത ഏതെങ്കിലും പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് റേറ്റ് കുറഞ്ഞതോ കുറച്ചുകൂടി റേറ്റ് കൂടിയതോ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് ഇടണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഒന്ന് DM ചെയ്തേക്കുക.